ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാർട്ടി സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആയിട്ടാണ്. ഈ ഒരു ചെമ്മീൻ ഫ്രൈ നല്ലൊരു ടേസ്റ്റ്, അതുപോലെ ഒരു വെറൈറ്റി ഒരു റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഉള്ളത്. ഇതുപോലെ നിങ്ങൾ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിൽ ഒന്ന് രണ്ട് ടിപ്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 1 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഇതിനെ നന്നായിട്ടൊന്ന് മസാല എല്ലാം പിടിച്ച് വരാൻ വേണ്ടി മാറ്റി വെക്കാം. പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കും. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 പിടി ചപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും വേണം. അപ്പോൾ ചെമ്മീൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീനെ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സെക്കൻഡ് കോട്ടിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം പോയി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്കുള്ള പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇച്ചിരി കാശ്മീരി റെഡ് ചില്ലിയും അതുപോലെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിതിലോട്ട് ഒരു നുള്ളി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് വേണം. അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിച്ച് നോക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പും അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ തിക്ക് കോട്ടിങ് റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു ചെമ്മീൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എള്ളിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ചെമ്മീന് കിട്ടുക. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരുപാട് തേൻ ചേർത്ത് കൊടുക്കരുത്. നിങ്ങൾ വിചാരിക്കും തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ ചെമ്മീൻ നല്ല മധുരമായിരിക്കുന്നു. ഒരിക്കലും അല്ല, നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു എള്ളിൻ്റെയും ഈ ഒരു തേനിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ, നല്ല സ്പൈസി അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളുടെ പാർട്ടിക്ക് അതുപോലെ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ സാധാ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.